മഞ്ഞ് എന്ന നോവലിന്റെ ആസ്വാദനം അവതരിപ്പിക്കുന്നത് വി.എസ്. ജയകുമാർ. എം.ടി. വാസുദേവൻ നായർ രചിച്ച് ഡി.സി ബുക്സ് 1964 പ്രസിദ്ധീകരിച്ച മഞ്ഞ് എന്ന നോവൽ സ്വന്തം നാടായ കേരളത്തിൽ നിന്ന് വളരെ അകലെ നൈനിറ്റാളിലെ മലമുകളിലും താഴ്വരകളിലും ഒരു അധ്യാപികയായി ജീവിതം ചെലവഴിക്കുന്ന ഏകാന്തമായ ഒരു സ്ത്രീയുടെ ചിന്തകളെ പരിവേഷണം ചെയ്യുന്ന മധ്യകേരളത്തിലെ ശാന്തമായ ഗ്രാമജീവിതത്തിൽ പതിവ് പശ്ചാത്തലത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി വിമലാദേവി എന്ന സ്ത്രീയുടെ കണ്ണിലൂടെ അദ്ദേഹത്തിന്റെ ഒരേയൊരു കൃതി എന്ന പ്രത്യേകതയും ഈ കൃതിക്ക് ഉണ്ട്. പുരുഷാധിപത്യത്തിന്റെയും ചൂഷണത്തിന്റെയും എക്കോപെമിസ്റ്റ് വിമയത്തിന് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്ന ഒരു നോവലാണ് മഞ്ഞ്. മൂടൽമഞ്ഞ് നിറഞ്ഞ പർവ്വതങ്ങൾക്ക് സമയമുള്ള സ്ഥലത്താണ് കഥ നടക്കുന്നത്. കുട്ടിക്കാലത്ത് വീട് വിട്ടിറങ്ങിയ വിമലയ്ക്ക് ജീവിതം മലനിരകളിൽ എവിടെ എത്തിച്ചു എന്നതിനെക്കുറിച്ച് നൊസ്റ്റാൾജിയയും ചിന്താകുലയുമായ ഒരു പോരാട്ടമുണ്ട്. ബോർണിംഗ് സ്കൂളിൽ നിന്നും വിദ്യാർത്ഥികൾ പുറത്തു പോകുന്ന ഒരു അവധിക്കാലത്താണ് കഥ ആരംഭിക്കുന്നത്. അവധിക്കാലത്തിന്റെ തുടക്കത്തിൽ എല്ലാ വിദ്യാർത്ഥികളും സ്കൂൾ വിടും. പക്ഷേ വിമല അവിടെ തന്നെ തുടരുന്നു. വിമല എന്ന 31കാരിയുടെ മനസ്സിലൂടെ, ശരീരത്തിന്റെ ചിന്തയിലൂടെ, പരിസരങ്ങളിലൂടെ വായന കടന്നുപോകുന്നു. ഹോസ്റ്റലിൽ നിന്നും 3 മണിക്കൂർ മാത്രം യാത്രയുള്ള സ്വന്തം വീട്ടിലേക്ക് പോകാൻ മനസ്സില്ലാതെ 9 വർഷമായി അവൾ കാത്തിരിക്കുകയാണ്. തന്റെ മനസ്സിലേക്കും തന്റെ ശരീരത്തിലേക്കും കടന്നു വന്ന് മറഞ്ഞ സുധീർ കുമാർ മിശ്രയെ അയാൾ സിഗരറ്റ് മണം നിറഞ്ഞ ഒരു നിമിഷത്തെ മാത്രം ഓർമ്മയിൽ സൂക്ഷിക്കുന്ന, അയാൾ സമ്മാനിച്ച സ്വെറ്റർ കരുതലോടെ സൂക്ഷിക്കുന്ന വിമല. അവരുടെ കാത്തിരിപ്പിന്റെ കഥയാണ് മഞ്ഞ്. മനസ്സിനെ തണുപ്പിക്കുന്ന മഞ്ഞല്ല, മനസ്സിനെ മൂടിയിരിക്കുന്ന വിഷാദത്തിന്റെ മഞ്ഞാണ് ഈ നോവൽ. തനിക്ക് മുന്നിലൂടെ കടന്നു പോകുന്നവർ എല്ലാം ഒരുപോലെ ഇതേ കാത്തിരിപ്പിന്റെ ഇരകൾ ആണെന്നതാണ് വിമലയുടെ ദുഃഖത്തിന് അവൾ വലിയ ഭാരം അടിച്ചേൽപ്പിക്കാൻ കഴിയാത്ത നിലനിർത്തുന്നത്. അച്ഛൻ മരിക്കാൻ കാത്തിരിക്കുന്ന അമ്മയും കാമുകനും, തന്റെ കുത്തഴിഞ്ഞ ജീവിതത്തിന് പണം കിട്ടുന്ന മാർഗങ്ങൾ നോക്കിയിരിക്കുന്ന അനിയന്, അയലത്തുകാരൻ വെളുത്ത സായിപ്പിനെ പ്രണയം കാത്ത് അണിഞ്ഞൊരുങ്ങിയിരിക്കുന്ന അനുജത്തി, ഏതോ ഒരു വെള്ളക്കാരന്റെ വിനോദം മൂലം ജനിക്കേണ്ട വന്ന ബുദ്ധുവിന്റെ അച്ഛന്റെ വരവിനായുള്ള കാത്തിരിപ്പ്. മരണത്തിന്റെ 15 ദിനങ്ങൾ ബാക്കി നിൽക്കുമ്പോഴും വിമലയോട് തന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞ് അവൾക്കൊപ്പം ഒരു സായാഹ്ന സവാരി കാത്തിരിക്കുന്ന വയസ്സൻ സർദാർജി, സഞ്ചാരികളെ കാത്തുകിടക്കുന്ന താഴ്വര. അതെ, കാത്തിരിപ്പുകളുടെ ഒരു വലിയ കുന്നാണ് മഞ്ഞ് എന്ന നോവൽ എന്ന് പറയാം. ഓരോ കാത്തിരിപ്പിനും അതിൻ്റെതായ ന്യായങ്ങളുണ്ട്. ആ കാത്തിരിപ്പുകൾ ഒക്കെ പറയാൻ വേണ്ടി വിമലയെ മുന്നിൽ നടത്തുന്ന ഒരു കഥാകാരന് വലിയൊരു കാത്തിരിപ്പാണ് വിമലയെ കൊണ്ട് നടക്കുന്നതെന്ന് മനോഹരമായി പറയുന്നു. എൻ.ഡിയുടെ ഭാഷയുടെ പ്രയോഗങ്ങളും കൈയടക്കങ്ങളും വെളിവാകുന്ന പല സന്ദർഭങ്ങളും ഉണ്ടെങ്കിലും പെട്ടെന്ന് പറയാവുന്നത് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിച്ച മധുരമായ ഒരു ശരീര സംഭവമായിരുന്നു. വിമലയുടെയും സുധീർ മിശ്രയുടെയും അതിനെ എത്ര ഒതുക്കി ഭംഗിയായി അവതരിപ്പിച്ചു എന്നതാണ് വായന നൽകിയ മധുരം. എഴുത്തുകാരന് ഭാവനയുടെ ചെറുകിലേറി സഞ്ചരിക്കുകയും വായനക്കാരനെ ഇക്കിടിപ്പെടുത്തി ഉത്സാഹിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തെ അവർ പരത്തി പറയുന്നത് ഒതുക്കി. എന്നാൽ അതിലധികം പറഞ്ഞു പോകുന്നത് ഇരുത്തം വന്ന ഒരു എഴുത്തുകാരന് മാത്രമേ പറ്റുന്ന സംഗതിയാണ്. യുവതിയുടെ സ്വാതന്ത്ര്യം, പ്രണയത്തിന്റെ ശരീരഭാഷകൾ, പട്ടാളക്കാരുടെയും സദാചാരക്കാരുടെ കണ്ണുകൾ, പെണ്ണുകളെ അവൾ നെയ്യുന്നത്, തികച്ചും സാധാരണക്കാരായ മനുഷ്യരുടെ സ്വഭാവ വൈശിഷ്ട്യങ്ങൾ, ഇവയൊക്കെ വിമലയിലൂടെ കിട്ടുന്ന കാഴ്ചകളാണ്. വിമല ഒരുപാട് വായിക്കുന്ന ഒരാളാണെന്നതിനാൽ തന്നെ നല്ല ഉൾക്കാഴ്ചയുള്ള ഒരു സ്ത്രീയായി ഇതിൽ കാണാൻ കഴിയും. സദാചാര കണ്ണുകൾക്ക് മുന്നിലോ പ്രണയഭാഷകളുടെ സൂചനയിലോ നിന്ന് അസ്വസ്ഥയാവുന്ന ഒരാൾ അല്ല വിമല. ഒഴിഞ്ഞു പോകേണ്ട ഇടങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോകാനും കണ്ണടയ്ക്കേണ്ട ഇടങ്ങളിൽ കണ്ണടച്ച് പെരുമാറാനും വിമലയ്ക്ക് കഴിയുന്നുണ്ട്. അകറ്റി നിർത്തേണ്ടതും അണച്ചു നിർത്തേണ്ടതും എന്തെന്ന് നല്ല ബോധമുള്ള വ്യക്തിത്വമുള്ള കഥാപാത്രമാണ്. കഴിയുന്നതും തന്റെ കണ്ണുനീർ ആരും കാണാതിരിക്കാൻ അവൾ എപ്പോഴും ശ്രദ്ധിക്കുന്നു. ദുഃഖം കൊണ്ട് കണ്ണു നിറയുന്ന ഘട്ടത്തിൽ തന്റെ കിടക്കയിലേക്ക് ഇത്രയേറെ ദൂരമുണ്ടെന്ന് തോന്നലിൽ വായുന്ന വിമല മനസ്സിൽ വളരെ ആഴത്തിൽ പതിഞ്ഞ ഒരു കഥാപാത്രമായി നിൽക്കുന്നു. വായനക്കാരൻ നല്ലൊരു അനുഭവമായി മഞ്ഞിൻ പാടകൾക്ക് അപ്പുറത്തിലേക്ക് നോക്കി നിൽക്കുന്ന വിമല നിൽക്കുന്ന ചിത്രം മനസ്സിൽ അറിയാതെ വരച്ചിട്ട് എഴുത്തുകാരൻ ഈ നോവൽ എന്നും ജീവിതസ്പർശിയായി നിലനിൽക്കുന്നു. വരാതിരിക്കില്ല. അതാണ് മഞ്ഞിന്റെ ഹൃദയതാളം. ജീവിതത്തിന്റെ തിക്താനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഏതൊരാൾക്കും അത് പ്രതീക്ഷയുടെ തിരുനാളം വെച്ചു നീട്ടുന്നു. ഇനിയും ഇരുട്ടിന്റെ കൈവിളക്കുമായി കടന്നു പോകാം.